ഹായ് ഗേയ്സ്, നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഇവിടെ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ എടുത്തേക്കുന്നത് 1 കിലോയാണ്. ചിക്കൻ അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം. അത് അളവിനനുസരിച്ചാണ് ഞാൻ എല്ലാ മസാലകളും ഇടുന്നത്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ഉപ്പിടാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇടാം. എന്നിട്ട് എല്ലാം ഒന്ന് പുരട്ടി റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഈ പുരട്ടി വെച്ച ചിക്കൻ കുറച്ച് നേരത്തേക്ക് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഉരുളി വെച്ചിട്ട് അത് ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. നമുക്ക് കടുവെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കടുവെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2-3 അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് സവോള ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ചു വയ്ക്കാം. അത് വേവണ സമയം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് സവാള കുറച്ച് നിറം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ഇടാം. ഇനി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. അതവിടെ ഇരുന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് മരിച്ചീനി എല്ലാം റെഡിയാക്കി എടുക്കാം. മരിച്ചീനി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം. മരിച്ചീനി കുക്കറിലാക്കി അടച്ച് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിയിലയിട്ട് ഇളക്കിയെടുക്കാം. ചിക്കൻ കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. മരിച്ചിനിയും ഒരു സൈഡിലിരുന്ന് റെഡിയായി. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.